പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രൂപതയ്ക്കൊപ്പം ജനിച്ച് 75 വയസ്സായവരുടെ കൂടിച്ചേരൽ എന്നർത്ഥമുള്ള ലിഫ് ഘോഷ് സംഗമം നടന്നു. നിർമ്മിത ബുദ്ധിയേക്കാൾ അപകടമാണ് കുൽസിത ബുദ്ധിയെന്നും അങ്ങനെ പ്രവർത്തിക്കുന്നവരിലൂടെ സഭയും സമുദായവും വിശാല സമൂഹവും ശോഷിച്ചു വരുന്നുവെന്നും പാരമ്പര്യ ലംഘനങ്ങളിലൂടെ പിറുപിറുപ്പുകൾ കൂടുന്നുവെന്നും നമ്മൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിന് കാരണമെന്നും പറഞ്ഞ മാർ കല്ലറങ്ങാട്ട് സ്വത്വബോധത്തെയും സ്വന്തമെന്ന ബോധത്തെയും വളർത്താൻ ഇത്തരം കൂടിവരവുകൾക്ക് പ്രസക്തിയുണ്ടെന്നും നമ്മുടെ വേരുകളും ഉറവിടങ്ങളും കണ്ടെത്താൻ ഇത് സഹായകമാകുമെന്നും കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധിയേക്കാൾ അപകടമാണ് കുൽസിത ബുദ്ധി. പണ്ട് മാതാപിതാക്കളെ കുരുട്ടുബുദ്ധി എന്ന് പറയാറുണ്ട്. അതുതന്നെയാണ് ഈ കുൽസിത ബുദ്ധി. കുരുട്ടുബുദ്ധിക്കാര് നിർമ്മിത ബുദ്ധി AI തുടങ്ങിയ വലിയ സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം വഴി ഉണ്ടാകുന്ന ഏത് കാര്യവും അതിനേക്കാൾ അപകടം പിടിച്ചതാണ് കുൽസിത ബുദ്ധി. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ നമ്മുടെ സഭയും സമുദായവും വിശാല സമൂഹവും വളരെയേറെ വിശ്വസിച്ചു പോകുന്നുണ്ട്. ആർക്കും ഒരിടത്തും സുരക്ഷിതമില്ലാത്ത വിധത്തില് ഉള്ള കയ്യേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. 75 വയസ്സുകാരെ വൃദ്ധന്മാർ എന്ന് വിളിക്കാൻ ഒക്കില്ല. നിങ്ങളെ ആരെ കണ്ടാലും അങ്ങനെ തോന്നുകയാണ്, നിങ്ങൾ വൃദ്ധന്മാരാണ്. 75 സോഷ്യോളജിക്കലായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ വൃദ്ധന്മാരാണ്. നമ്മളൊരു കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പ്രായപൂർത്തി ആയവര് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണ് നിങ്ങൾ ആ അഭിമാനത്തിലൂടെ ആയിരിക്കുന്നത്. ഒരു ആരുടെയും കുറ്റമല്ല, പക്ഷെ നമ്മുടെ കൈവിരലിന്റെ ഇടയിലൂടെ ചോർന്നു പോകുന്ന നമ്മളുടെ സംസ്കാരം, അത് കാർഷിക മേഖലയിലാണെങ്കിലും സഭാ സമൂഹങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാം നമുക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട്. ആ നഷ്ടങ്ങളെ കുറിച്ചുകൂടെ ഓർക്കാനും പഠിക്കാനും തിരുത്തലുകൾ കൊണ്ടുവരുവാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ കരുതണം. രൂപതയുടെ 75ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ള കൂറ്റൻ കേക്ക് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശീർവദിച്ച് മുറിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതകളിലൊന്നായ പാലാ രൂപത രൂപം കൊണ്ടതിനൊപ്പമാണ് താനും ജനിച്ചതെന്ന മുഖ്യപ്രഭാഷണം നടത്തിയ PC ജോർജ് സന്തോഷത്തോടെ ഓർത്തെടുത്തു. രൂപതയുടെ 3 മെത്രാന്മാരുടെയും പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാലാ രൂപത ഫാമിലി അപ്പസ്തോലിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 4 വൈദികരെയും 26 കന്യാസ്ത്രീകളെയും 418 ആൽമായരെയും ആദരിച്ചു. 75ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നീറം തറപ്പിൽ മാത്യു ജോർജിന്റെ ഭാര്യ റോസമ്മ മാത്യു ലിഫ് ഘോഷിൽ പങ്കെടുത്തതിന്റെ സന്തോഷം ഷെക്കന ന്യൂസിനോട് പങ്കുവച്ചു. പ്ലാറ്റിനം ജൂബിലിക്ക് വരാനിടയായത് ദൈവത്തിന് ഏറ്റവും നന്ദി പറയുന്നു. ഇന്ന് പിതാവിൽ നിന്ന് ഈ പൊന്നാടി അണിയിച്ചതിനും സ്നേഹത്തിന് നന്ദി പറയുന്നു. ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് നരിതൂക്കിൽ സ്വാഗതം ആശംസിച്ചു. രൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അധ്യക്ഷത വഹിച്ചു. ലാലം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പിതൃവേദി രൂപത പ്രസിഡന്റ് ജോസ് തോമസ് മുത്തനാട്ട്, മാതൃവേദി രൂപത പ്രസിഡന്റ് ഷേർലി ചെറിയാൻ മടത്തിപ്പറമ്പിൽ, പ്രോലൈഫ് രൂപത പ്രസിഡന്റ് മാത്യു M കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ഷെക്കന ന്യൂസ്, കോട്ടയം.